ആക്കി. മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, പിന്നെ അഡ്രസ്സ് എല്ലാം ഞാൻ ഡിലീറ്റ് ആക്കി. ഇപ്പൊ ഡിസ്ക്രിപ്ഷനിൽ ഒന്നും ഇട്ടിട്ടില്ല. ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെ കുറച്ച് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫേമസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഒത്തിരി റിക്വയർമെന്റ്സ് വരും. നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഞാനിങ്ങനെ യൂട്യൂബിൽ അധികം സ്പെൻഡ് ചെയ്യണതില്ല. ഇത് ജസ്റ്റ് നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ലൈവിൽ ഉണ്ടെങ്കിൽ ഇതാകും. പിന്നെ ജീജ എന്ന് പറയുന്ന ഒരു പെരിന്തൽമണ്ണ ഉള്ളതെന്ന് പറഞ്ഞു, ജീജ ലൈഫ് ലൈൻ. ആ ലൈവിൽ ഞാൻ പോകാറുണ്ട്. ജീജ ലൈഫ് ലൈൻ സ്റ്റിച്ചിങ് ആണ് പുള്ളിക്കാരത്തേക്ക്. അതിന്റെ ആ ലൈവിൽ ഞാൻ പോകാറുണ്ട്. നിങ്ങളുടെ ഈ 2 ലൈവിലെ ഞാൻ നോർത്ത് സൈഡിൽ പോകാറുള്ളൂ. ഒന്ന് ജീജ, ഒന്ന് അമൻ അങ്കിത. ഈ 2 ലൈവില് വരാം. നീനു എന്നല്ലേ പേര്? ഹസ് എന്ത് ചെയ്യുന്നേ? എന്ത് മീറ്റിംഗ് എന്ന് പറഞ്ഞേ? പെയിന്റിംഗ് വർക്കോ? പാർട്ടി പ്രവർത്തകനുമാണ്. അതിന്റെ മീറ്റിംഗ്. അത് LDF ആണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി? CPI ആണോ? CPI ആണോ? അതാ BJP ആ? അല്ല, ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന്. ഏത് മുസ്ലിം ലീഗിന്റെയോ? നിങ്ങളോ? മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിങ്ങൾ അവിടെ നിന്നോ? എവിടെ? പെരിന്തൽമണ്ണയിൽ എവിടെ നിന്ന്? പെരിന്തൽമണ്ണയില് പാതായിക്കര. സ്വതന്ത്ര സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് നിന്നോ നിങ്ങളോ? അത് ശരി. ഹസ്ബൻഡ് മുസ്ലിംസ് അല്ലാത്തവർ അപ്പൊ മുസ്ലിം ലീഗിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? LDF ആയിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അല്ലെങ്കിൽ BJP. മുസ്ലിം ലീഗിന്റെ ഉണ്ട്. അതെ, ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു. അത് മാത്രല്ല ഇഷ്ടം പോലെ ഹിന്ദുക്കളുണ്ട്. അത് കാസർഗോഡ് ഭാഗത്തുണ്ട്. കാസർഗോഡ് ആ ഭാഗത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഹിന്ദുസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവരാണ് മറ്റേ മൊത്തമുണ്ട്. മുസ്ലിം ലീഗിലെ ഹിന്ദുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ശരി. ഞാൻ ആദ്യമായിട്ട് വേറെ 2 സ്ഥലം ഞാൻ കേട്ടിരുന്നു. ഹിന്ദുക്കളുടെ അതെ, നിങ്ങൾ ഇവരാണല്ലേ? മറ്റേ നായരല്ലോ, നമ്മുടെ പിന്നെ വിശ്വകർമ്മയല്ലേ? വിശ്വകർമ്മയാണോ? നായരാണോ? അല്ല അല്ല അല്ല, നമ്പൂതിരി. നായർ. ഇവര് SC കാരാണ്. ചെറുമക്കൾ ഈഴവരാണ്. ഈഴവരിൽപ്പെടും. ഈഴവരാണോ? ഏതാ? SD? SC STയോ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി ആണോ? SC ST അതാണോ നിങ്ങളോ? നോ, I can't believe that. You lie. I think you lie. Okay, no problem. Doesn't matter. ജാതി മതം നമ്മുടെ ഞാനല്ല പറഞ്ഞ, എന്റെ കാര്യമല്ല, ഹസ്ബൻഡിന്റെ കാര്യമാണ്. അരുൺ എന്നല്ലേ ഹസ്ബൻഡിന്റെ പേര്? അരുൺ എന്നല്ലേ? അതെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലേഡിയുടെ ലൈവിൽ വരുന്നത്. ആദ്യമായിട്ടാണ്. താങ്കളൊക്കെ കൂടുതൽ ചാറ്റിംഗ് പരിചയമുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. 6 മാസം ഞാൻ പറഞ്ഞില്ല, ഒരു പെരിന്തൽമണ്ണ ജീജ ലൈഫ് ലൈൻ ഞാൻ 6 മാസമായിട്ട് ജസ്റ്റ് തമാശക്ക് ചാറ്റ് ചെയ്യാറുണ്ട്. ഷീസ് ഇന്നസെന്റ്. ദാറ്റ്സ് വൈ. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിന്റെ ലൈവിൽ കയറാം. വളരെ നിഷ്കളങ്കമായ സ്ത്രീയാണ്. അപ്പൊ ഞാൻ 6 മാസത്തോളമായി, പക്ഷെ ടുഗദർ ഇടാറില്ലായിരുന്നു. അതുകൊണ്ടാണ് താങ്കളുടെ ലൈവിൽ വന്നത്. താങ്കളവിടെ ടുഗദർ ഇട്ടിരിക്കുന്നത് പറയാണെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ്. ഞാൻ ക്രിസ്ത്യനായിരുന്നു, ലവ് മാരേജ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മ്യൂച്വൽ മാരേജ് ആണല്ലേ? സ്പെഷ്യൽ ആക്ട് 54 സ്പെഷ്യൽ മാരേജ് ആക്ട് അല്ലേ 54? ഇതിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് 54 ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ 2 കാസ്റ്റ് മാരേജ് ചെയ്യാനുള്ള ആകെ ഒരു ഇത് സ്പെഷ്യൽ മാരേജ് ആക്ട് 54 റൂൾ അനുസരിച്ചാണ്. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ മാരീഡ് ആണല്ലേ? സ്പെഷ്യൽ മാരേജ് ആക്ട്. ഓക്കെ. അപ്പൊ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഉണ്ടോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. വീട്ടുകാരെ ഇത് വേണം നമുക്ക് ജീവിക്കണമെങ്കിലേ. ഇപ്പൊ അറിയില്ല, പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ അനുഗ്രഹം വേണം, പ്രത്യേകിച്ച് അച്ഛനമ്മയുടെ അനുഗ്രഹം വേണം നമുക്ക്. അതെയോ? കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ പാട്ടൊന്ന് പാടി നോക്കാം. ഞാൻ വലിയ ഗായകനൊന്നുമില്ല, അപസ ഗായകനാണേ. ശരറാന്തൽ തിരിതാണോ മുകിലിൻ കുടിലിൽ മൂവന്തി